സന്ദീപ് വാര്യർ ബിജെപിയുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ ഇതാ കോൺഗ്രസിലേക്ക് പോകുന്നുവെന്നാണ്. ഉടൻ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ചർച്ചയിലാണ് CPM-ലേക്കാണോ കോൺഗ്രസ് CPM-ലേക്കാണോ എന്നായിരുന്നു കൂടുതൽ ചർച്ച. പക്ഷേ കോൺഗ്രസിലേക്ക് കാലെടുത്തു വെക്കുകയാണ് സന്ദീപ് വാര്യർ. അതും ഏറ്റവും നിർണായകമായ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ, വോട്ടെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ BJPക്ക് ഏറ്റവും വലിയ സാധ്യതകൾ BJP നേതൃത്വം കൽപ്പിക്കുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സന്ദീപ് വാര്യർ BJPയുടെ ചർച്ചാമുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ, വളരെ സജീവമായി BJPക്ക് വേണ്ടി വാദിച്ചിരുന്ന സന്ദീപ് വാര്യർ ഇതാ കോൺഗ്രസിലേക്ക് പ്രവേശിക്കുന്നുവെന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസ് നേതാക്കളുടെയും പ്രതികരണങ്ങൾ തേടുമ്പോൾ വന്നാൽ കെ ശ്രീകണ്ഠനൊക്കെയാണ് അവസാന ഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. കോൺഗ്രസിന്റെ നയങ്ങളുമായി യോജിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കാം. നേരത്തെ കെ സുധാകരൻ പറഞ്ഞത് അങ്ങനെ ചർച്ചകൾ നടന്നിട്ടില്ല എന്നാണ്. പക്ഷേ ചർച്ചകൾ നടന്നുകൊണ്ടേയിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുന്നു. KPC വാർത്താ സമ്മേളനം ഉടനെ ഉണ്ടാകും. അഭിലാഷ് മോഹൻ ചേർന്നു. അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. BJPക്ക് പാലക്കാട് ഒരു ആഘാതം ഉണ്ടാക്കുമോ എന്ന് തോന്നുന്ന തീരുമാനമാണ്. എന്താണ് സന്ദീപ് പറയുന്നത്? ദിനീഷ്, കൃത്യം 11 മണിക്ക് കോൺഗ്രസിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ സംയുക്ത വാർത്താ സമ്മേളനം നടത്തും. സന്ദീപ് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 11 മണിക്ക് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം പ്രഖ്യാപിക്കപ്പെടും. ഏറ്റവും അവസാനം ഇന്നലെ രാത്രിയാണ് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായത്. അതുവരെ അദ്ദേഹം കോൺഗ്രസുമായിട്ടും CPM-ലെ ചിലരും സന്ദീപിനെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അന്തിമ തീരുമാനം ഉണ്ടായത് ഇന്നലെ രാത്രിയാണ്. അല്പസമയത്തിനകം, അതായത് 11 മണിക്ക്, ഇനിയിപ്പോ 15 മിനിറ്റിന്റെ സമയമേ ഉള്ളൂ. 11 മണിക്ക് കോൺഗ്രസിന്റെ ഇവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ, UDFന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ UDFന്റെ വാർത്താ സമ്മേളനം നടത്തുകയാണ്. ആ വാർത്താ സമ്മേളനത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേരുന്നതായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചകളിലായിരുന്നു. ഇന്നലെയാണ് ഏത് പക്ഷം വേണമെന്ന തീരുമാനം എടുത്തത്. ഒപ്പം ഇന്ന് കോൺഗ്രസിനോടൊപ്പം ചേർന്നതിന് ശേഷം സന്ദീപ് വാര്യർ ചില കാര്യങ്ങൾ കൂടി സംസാരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സന്ദീപുമായിട്ട് ഞാൻ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോ ദിലീപ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വളരെ വലിയ ഒരു ആരോപണം BJPയുടെ അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉന്നയിക്കുകയുണ്ടായി. അത് SDPI ബന്ധമാണ്. SDPI ബന്ധം, VD സതീശൻ SDPI-യുമായി കൂട്ടുചേർന്നു തുടങ്ങിയ കാര്യങ്ങളടക്കം ഇന്ന് BJP കോൺഗ്രസിനെതിരെ ഉന്നയിച്ചപ്പോൾ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം നടത്തുന്ന ചില വെളിപ്പെടുത്തലുകൾ ഒരുപക്ഷെ കോളിളക്കം ഉണ്ടാക്കിയേക്കാം എന്ന സൂചന കൂടിയുണ്ട്. പാലക്കാട് SDPI BJP സംഘർഷത്തിൽ ഉണ്ടായിട്ടുള്ള ചില കൊലപാതകങ്ങളെ കുറിച്ചുള്ള ചില തുറന്നു പറച്ചിലുകൾക്ക് സന്ദീപ് വാര്യർ തയ്യാറാകും എന്നാണ് കരുതുന്നത്. ഏതായാലും അല്പസമയം കാത്തിരിക്കണം. 15 മിനിറ്റിനുള്ളിൽ ആ പ്രഖ്യാപനം ഉണ്ടാകും. 11 മണിക്ക് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ, UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നുകൊണ്ടുള്ള പ്രഖ്യാപനം വരും. അഭിലാഷ്, ആദ്യഘട്ടത്തിൽ സന്ദീപ് ഇങ്ങനെ ഒരു ഇടഞ്ഞ നയമെടുത്തപ്പോൾ, അല്ലെങ്കിൽ പ്രതികരണങ്ങളുമായി വന്നപ്പോൾ BJP നേതൃത്വം വളരെ സൂക്ഷ്മതയോടെ കാര്യമായി അങ്ങനെ പ്രകോപിപ്പിക്കുന്ന ഒരു പ്രതികരണം ഇടയ്ക്ക് K സുരേന്ദ്രന്റെ ഭാഗത്ത് വന്നതാണ്. ഈ വീരാരാധനയൊക്കെ എത്ര ദിവസം ഉണ്ടാകും എന്നതായിരുന്നു ഒരു പ്രതികരണം. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് തീരുമാനിക്കാമെന്നാണ് ഇപ്പോൾ ചില BJP നേതാക്കൾ അവിടെ വീട്ടിലെത്തി ചർച്ച ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങൾ തന്നെ അദ്ദേഹം പറഞ്ഞത്, ഒരിക്കലും സന്ദീപ് വാര്യർ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, BJP വിട്ടുകൊടുക്കില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഈ അവസാന നിമിഷത്തിലും BJPയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടായിരുന്നോ, അതോ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ അവർ ചർച്ചകൾ അവസാനിപ്പിച്ചിരുന്നോ? BJPയുടെ ഭാഗത്തുനിന്ന് കാര്യമായ ശ്രമങ്ങൾ ഉണ്ടായില്ല. RSSന്റെ ഭാഗത്തുനിന്ന് K ജയമോഹൻ അടക്കം വീട്ടിലെത്തിയിട്ടുള്ള ഒരു സംഭാഷണം നടന്നിരുന്നു. പക്ഷെ അതിൽ പ്രത്യേകിച്ച് ബ്രേക്ക് ത്രൂ ഒന്നും ഉണ്ടായില്ല. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ BJP ഇനി ഇക്കാര്യത്തിൽ ചർച്ചകൾ വേണ്ടതില്ല, അവഗണിക്കാമെന്ന സമീപനം സ്വീകരിക്കാം എന്ന നിലപാടിലെത്തുകയായിരുന്നു. തുടർന്നാണ് സന്ദീപ് മറ്റ് രണ്ട് കക്ഷികളുമായും സന്ദീപിനോട് സംസാരിച്ചു. രണ്ടു തരത്തിലും ചർച്ചകൾ നടത്തിയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തീരുമാനമെടുക്കണം, നിങ്ങൾ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തീരുമാനമെടുക്കണമെന്ന ഒരു സമ്മർദ്ദം സന്ദീപ് വാര്യരുടെ മേൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ആണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിലേക്ക് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 11 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒരു തരത്തിൽ, പ്രത്യേകിച്ച് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം BJP-യുമായി നടത്തുന്ന ഒരു പരിസരത്തിൽ കോൺഗ്രസിന് ഒരു തരത്തിൽ, UDFന് ഒരു തരത്തിൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്തായാലും നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യം, സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേരുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. 11 മണിക്ക് വാർത്താ സമ്മേളനം നടക്കും. വാർത്താ സമ്മേളനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ